ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയോ അതല്ലെങ്കിൽ ഒരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയോ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അതേസമയം സമ്പന്നരുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവർ കൂടുതൽ പൈസ ഉണ്ടാകുന്നതായിട്ടും കാണാനായിട്ട് സാധിക്കും. ഇതിന് കാരണം എന്താണ്? എങ്ങനെയാണ് പൈസ ശരിക്കും വർക്ക് ചെയ്യുന്നത്? എങ്ങനെയാണ് സമ്പന്നർ വീണ്ടും സമ്പന്നരാകുന്നത്? അതിനുള്ള കോൺസെപ്റ്റാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫൈനാൻഷ്യലി അവെയർ ആയിട്ടുള്ള ഒരു വ്യക്തി ഒരു വേർഡ് തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടാവും, ക്യാപിറ്റലിസം എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു സൊസൈറ്റി അതൊരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയാണ്. എന്താണ് ഈ ക്യാപിറ്റലിസം? എങ്ങനെയാണ് ഈ ക്യാപിറ്റലിസം സൊസൈറ്റിയെ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്? എന്തൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്? എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ്? എവിടെ നിന്നാണ് ഇത് തുടങ്ങിയത്? എത്രത്തോളം ഇതിന് ആയുസ് ഉണ്ടായിരിക്കും? പ്രാക്ടിക്കലി ഇതിൽ നിന്ന് എങ്ങനെയാണ് അഡ്വാൻറ്റേജ് എടുക്കാനായിട്ട് സാധിക്കുക? എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇതുമൂലം നമുക്ക് നേരിടേണ്ടി വരിക? ഈ കാര്യങ്ങളെല്ലാം അറിയേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഈ ക്യാപിറ്റലിസം എന്നുള്ളത് ഇന്നോ ഇന്നലെയായിട്ട് തുടങ്ങിയതല്ല, ഇതിന് കുറച്ച് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഹിസ്റ്ററിയിലോട്ട് കുറച്ചൊന്ന് പോകേണ്ടതുണ്ട്. ആയതിനാൽ ക്യാപിറ്റലിസത്തിനെ ഡിഫൈൻ ചെയ്യുന്നതിന് മുൻപ് ഇതിന് മുൻപ് എക്സിസ്റ്റ് ചെയ്തിരുന്ന സിസ്റ്റത്തെ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് കമ്മ്യൂണിസം. എന്താണ് ഈ കമ്മ്യൂണിസം? അതായത് സൊസൈറ്റിയിൽ ആളുകൾ തമ്മിലൊരു ഡിവിഷൻ ഉണ്ടായിരിക്കില്ല. അതായത് ഇന്ന ആളുകൾ കൂടിയവരെന്നും ഇന്ന ആളുകൾ കുറഞ്ഞവരെന്നും. ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്താണെന്നാൽ ആളുകൾ അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ജോലികൾ ചെയ്യും. ഒരാൾ കൂടുതൽ ജോലികൾ ചെയ്യാനായിട്ട് കപ്പാസിറ്റി ഉള്ള ഒരാളാണെങ്കിൽ അയാൾ കൂടുതൽ ജോലികൾ ചെയ്യുകയും ചെയ്യും. അതിനുള്ള പ്രതിഫലമായി അവർക്ക് താമസിക്കാനുള്ള സ്ഥലവും ഭക്ഷണവും വസ്ത്രവും എല്ലാം ലഭിക്കുകയും ചെയ്യും. അതേസമയം മറ്റു ചില ആളുകൾക്ക് ഇവരുടെ അത്രയും കപ്പാസിറ്റി ഉണ്ടായിരിക്കില്ല ജോലികൾ ചെയ്യാനായിട്ട്. അതിനനുസരിച്ച് അവർക്ക് ലഭിക്കുന്ന പ്രതിഫലവും കുറവായിരിക്കും. കമ്മ്യൂണിസത്തിലെ ആളുകൾ തമ്മിലൊരു ഡിവിഷൻ ഇല്ല എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഒരു ഇൻഡസ്ട്രിയൽ ഫാക്ടറി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഒരു അഗ്രികൾച്ചറൽ ലാൻഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം തന്നെ ഓണർഷിപ്പ് എല്ലാവർക്കും കൂടിയുള്ളതായിരിക്കും. അതല്ലാതെ ഒരു വ്യക്തിയോ അതല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെയോ ഓണർഷിപ്പിലായിരിക്കില്ല ഇത് പ്രവർത്തിക്കുന്നുണ്ടാവുക. എല്ലാ ആളുകൾക്കും തുല്യ അവകാശമായിരിക്കും ഈ ഒരു ലാൻഡിന്മേലോ അതല്ലെങ്കിൽ ആ ഒരു ഫാക്ടറിയുടെ മേലെയോ. ഇവിടെ അടുത്തതായിട്ട് ഡൗട്ട് വരാം, ഇവിടെ ഗവൺമെൻറ്റിൻ്റെ റോൾ എന്താണെന്നാണ്. ഓഫ് കോഴ്സ് ഗവൺമെൻറ്റിന് ഇവിടെ യാതൊരുവിധ റോളും ഉണ്ടായിരിക്കില്ല. ഇവിടെ എല്ലാത്തിൻ്റെയും ഓണർഷിപ്പ് എല്ലാവർക്കും ഉണ്ടായിരിക്കും. എല്ലാവർക്കും എല്ലാത്തിലും അധികാരവും ഉണ്ടായിരിക്കും. എന്നാൽ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം അവർ ചെയ്യുന്ന ജോലിക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുമെന്ന് മാത്രം. ഈ ഒരു കാര്യത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അതുമാത്രമല്ല ഇവിടെ പ്രദേശങ്ങൾ തമ്മിൽ ബൗണ്ടറീസ് ഉണ്ടായിരിക്കില്ല, കറൻസീസ് ഉണ്ടായിരിക്കില്ല. ഗവൺമെൻറ്റിനാണെങ്കിൽ യാതൊരുവിധ റോളും ഉണ്ടായിരിക്കില്ല. ഈ ഒരു കണ്ടീഷനിൽ എങ്ങനെയായിരിക്കും ഒരു സൊസൈറ്റി റൺ ചെയ്ത് പോകാമെന്ന് വളരെയധികം ഡൗട്ട്ഫുള്ളായിട്ടുള്ളൊരു കാര്യമായിരിക്കും. ഇത്തരത്തിലായിരിക്കും കമ്മ്യൂണിസം. ഫാദർ ഓഫ് കമ്മ്യൂണിസം എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് കാൾ മാർക്സ്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ തുടങ്ങുന്ന സമയത്തായിരുന്നു കാൾ മാർക്സ് ജനിച്ചത്. അതുകൊണ്ട് തന്നെ ഫാക്ടറിയിലും മറ്റും ജോലി ചെയ്യുന്ന ആളുകളുടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അദ്ദേഹം കണ്ടു വളർന്നുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു സിസ്റ്റത്തെ ചേഞ്ച് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് തോന്നി തുടങ്ങിയത്. കാരണം എന്താണെന്നാൽ ആ ഒരു സമയത്ത് കൂടിയവരെന്നും കുറഞ്ഞവരെന്നും ഒരു സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടിയവർക്ക് താഴെ കുറഞ്ഞവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നു. ഇതിനെ ചേഞ്ച് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതിനുവേണ്ടി അദ്ദേഹം ഒരു പുസ്തകം ഇറക്കി, ദ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. ഈ പുസ്തകത്തിൽ അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് ഏത് തരത്തിൽ ആളുകൾ തമ്മിലൊരു ഇക്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാമെന്ന്. ഇവിടെ കൂടിയവരും ഉണ്ടായിരിക്കില്ല, കുറഞ്ഞവരും ഉണ്ടായിരിക്കില്ല. വ്യത്യാസം ആളുകൾക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിന് മേലെ മാത്രമായിരിക്കും. കൂടുതൽ ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ പ്രതിഫലവും കുറവ് ജോലി ചെയ്യുന്നവർക്ക് കുറവ് പ്രതിഫലവും. അത് കറൻസിയുടെ രൂപത്തിലായിരിക്കില്ല, മറ്റ് താമസ സൗകര്യവും ഭക്ഷണ സാധനങ്ങളുടെയും രൂപത്തിലായിരിക്കും. കാൾ മാർക്സ് ആ പുസ്തകത്തിൽ ഡിസ്ക്രൈബ് ചെയ്ത് ഒരു കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് വഴി ആളുകൾക്ക് എന്തെല്ലാം ബെനിഫിറ്റ്സ് ആണ് ഉണ്ടാവാനായിട്ട് പോകുന്നതെന്നാണ്. ബേസിക്കലി കമ്മ്യൂണിസത്തിനെ കുറിച്ച് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇനി മെയിൻ പോയിന്റിലേക്ക് വരാം, അതായത് ക്യാപിറ്റലിസം. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിലാണെന്ന് പറഞ്ഞാലോ. ശരിക്കും എന്താണ് ഈ ക്യാപിറ്റലിസം? കമ്മ്യൂണിസത്തിൽ നമ്മൾ പറഞ്ഞത് എന്താ? ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയൽ യൂണിറ്റ് വർക്ക് ചെയ്യണമെങ്കിലോ അതല്ലെങ്കിൽ ഒരു അഗ്രികൾച്ചറൽ ലാൻഡിന്മേലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാക്ടറിയുടെ മേലെയുള്ള ഓണർഷിപ്പ് എല്ലാവർക്കും കൂടിയുള്ളതായിരിക്കും. ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കില്ല അതിൻ്റെ ഓണർഷിപ്പ് ഏറ്റെടുക്കുക. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ക്യാപിറ്റലിസം. അതായത് ഒരു ഇൻഡസ്ട്രിയൽ യൂണിറ്റോ അതല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ലാൻഡോ ഓൺ ചെയ്യുന്നത് ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ആയിരിക്കും. അതല്ലാതെ ഇതിൻ്റെ മേലുള്ള അവകാശം എല്ലാവർക്കും കൂടിയുള്ളതായിരിക്കില്ല. അതേസമയം ഗവൺമെൻറ്റിന് ഈ പ്രോപ്പർട്ടിയുടെ മേലെ യാതൊരുവിധ അവകാശവും ഉണ്ടായിരിക്കില്ല. ഇത് 200 വർഷം മുൻപത്തെ കാര്യമാണ്. ഇപ്പോൾ കാണുന്നത് പോലെ തന്നെ ആ ഒരു പ്രോപ്പർട്ടി ആ ഒരു വ്യക്തിയുടെ കയ്യിലുള്ള ബിസിനസ് ആയിരിക്കും. അവിടെ എങ്ങനെ ബിസിനസ് ചെയ്യണമെന്നും എത്രത്തോളം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണമെന്നും ഈ കാര്യങ്ങളെല്ലാം തന്നെ ആ വ്യക്തിയുടെ മേലെ തന്നെയായിരിക്കും. അതായത് ക്യാപിറ്റലൈസേഷനിൽ സംഭവിക്കുന്നത് ഒരു പ്രൈവറ്റൈസേഷനാണ്. ക്യാപിറ്റലിസം ആ ഒരു വേർഡിൽ തന്നെയുണ്ട്. ആരുടെ കയ്യിലാണോ ക്യാപിറ്റൽ കൂടുതലായിട്ടുള്ളത് അവരായിരിക്കും രാജാവ്. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? ഫോർ എക്സാമ്പിൾ ഒരു അഗ്രികൾച്ചറൽ ലാൻഡിൻ്റെ കാര്യം എടുക്കാം. ഈ ഒരു അഗ്രികൾച്ചറൽ ലാൻഡ് ഓൺ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. ഈ വ്യക്തിയുടെ കൺട്രോളിലായിരിക്കും അയാൾക്ക് കീഴിൽ പണിയെടുക്കുന്ന എല്ലാ വ്യക്തികളും. ഈ വ്യക്തിക്ക് തീരുമാനിക്കാം ഈ ആളുകളെല്ലാം തന്നെ എത്രത്തോളം പണിയെടുക്കണമെന്നും
അവർക്ക് എത്രത്തോളം എമൗണ്ട് സാലറി ആയിട്ട് നൽകണമെന്നും. കമ്മ്യൂണിസത്തിൽ നമ്മൾ കറൻസിയെക്കുറിച്ച് സംസാരിച്ചില്ല. അവിടെ താമസ സൗകര്യവും ഫുഡും എല്ലാമായിരുന്നു നൽകിയിരുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ നൽകുന്നത് കറൻസി തന്നെയാണ്. പക്ഷേ എങ്ങനെ? ആ അഗ്രികൾച്ചർ ലാൻഡിൽ ജോലി ചെയ്തുകൊണ്ട് എത്രത്തോളം എമൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നോ അത് മുഴുവനായിട്ടും ആ പ്രൈവറ്റ് ഓണർക്ക് തന്നെയുള്ളതായിരിക്കും. അതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമായിരിക്കും സാലറി ആയിട്ട് അവിടെ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് നൽകുക. ഇനി ഇന്നത്തെ കാലത്തേക്ക് വരാം. ഇപ്പോൾ നടക്കുന്നത് എന്താ? എക്സാക്ട്ലി ദ സെയിം. ഫോർ എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു വ്യക്തി ഒരു IT കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. ആ ഒരു IT കമ്പനി ജനറേറ്റ് ചെയ്യുന്നത് കോടികളായിരിക്കും. എന്നാൽ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് ലഭിക്കുന്നത് എന്താ? കുറച്ച് ആയിരങ്ങൾ മാത്രം ശമ്പളമായിട്ട് ലഭിക്കും ഓരോ മാസവും. അത്രയേ നൽകുന്നുള്ളൂ ആ കമ്പനി. അതാണ് പറയുന്നത്, ആരുടെ കയ്യിലാണോ ക്യാപിറ്റൽ ഉള്ളത് അവരായിരിക്കും രാജാവ്. കമ്മ്യൂണിസത്തിലുള്ള ഒരു കാര്യം ഇവിടെ തീർത്തും മിസ്സിംഗ് ആയിട്ട് വരുന്നുണ്ട്. അവിടെ എല്ലാവർക്കും ആ ഒരു കമ്പനിയുടെ ഓണർ ആവാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. എന്നാൽ ക്യാപിറ്റലിസത്തിലേക്ക് വരുന്ന സമയത്ത് ക്യാപിറ്റൽ ഉള്ളവരായിരിക്കും ആ കമ്പനി ഓൺ ചെയ്യുക. ബാക്കിയുള്ളവരെല്ലാം തന്നെ ആ കമ്പനിയുടെ എംപ്ലോയീസ് ആയിരിക്കും. എന്നാൽ ഈ എംപ്ലോയീസിന് എപ്പോഴെങ്കിലും ഈ കമ്പനിയുടെ ഓണർ ആവാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കുമോ? ഈ ഒരു കാര്യത്തെക്കുറിച്ച് കൂടി ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഇനീക്വാലിറ്റിയുടെ പ്രശ്നം. കുറച്ച് ആളുകൾക്ക് മാത്രമേ ഇവിടെ സമ്പന്നരാവാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും ആ ഒരു ക്ലാസ്സിന് താഴെയായിരിക്കും നിൽക്കുക. എന്നാൽ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി ഈ ഒരു പ്രശ്നത്തെയും നോക്കി കണ്ടു. ക്യാപിറ്റൽ ഉള്ളവർക്ക് ഒരു ബിസിനസ് റൺ ചെയ്യാം. എന്നാൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് ആ ഒരു കമ്പനിയെ കൂടുതലായിട്ട് വളർത്തണമെങ്കിൽ അവർക്ക് കൂടുതൽ ക്യാപിറ്റൽ ആവശ്യമായിട്ടുണ്ട്. എന്നാൽ എല്ലാ ക്യാപിറ്റലും ഒരു ഇൻഡിവിജ്വലിൻ്റെ കയ്യിൽ മാത്രമായിട്ട് ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ അത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പുറമേയുള്ള ആളുകളുടെ ക്യാപിറ്റലും യൂസ് ചെയ്യേണ്ടി വരും ഒരു കമ്പനിയെ റൺ ചെയ്യാനായിട്ട്. അതിനുള്ള ചോയ്സ് എന്താ? ഈ കമ്പനിയെ പബ്ലിക്കലി ലിസ്റ്റ് ചെയ്യുക, ഇത്തരത്തിൽ പബ്ലിക്കിന് വിട്ടുകൊടുക്കുക. അതായത് ഇവിടെ ആ കമ്പനി ഗ്രോത്തിന് വേണ്ടി പബ്ലിക്കിൻ്റെ സഹായം തേടുകയാണ് ക്യാപിറ്റൽ യൂസ് ചെയ്യാനായിട്ട്. ഈ ഒരു കണ്ടീഷനിൽ പബ്ലിക്കിന് ഇൻവെസ്റ്റ് ചെയ്യാം ആ കമ്പനിയിൽ. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വഴി ഏതെല്ലാം ആളുകളാണോ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അവരെല്ലാം തന്നെ ആ കമ്പനിയുടെ ഒരു പാർട്ട് ഓണറായിട്ടാണ് മാറുന്നത്. പിന്നീട് ആ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടായാലും അതല്ല ലോസ് ഉണ്ടായാലും അത് ഈ വ്യക്തിയെയും എഫക്റ്റ് ചെയ്യും. പബ്ലിക് ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വഴി ആ കമ്പനിയുടെ ഒരു പാർട്ട് ഓണർ ആണെങ്കിൽ പോലും ആ കമ്പനിയുടെ ഡിസിഷൻ മേക്കിങ്ങിലൊന്നും തന്നെ ഈ പബ്ലിക്കിന് യാതൊരുവിധ അവകാശവും ഉണ്ടായിരിക്കില്ല. പബ്ലിക്കിന് അവകാശം ഉണ്ടായിരിക്കുക ആ കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിന്മേൽ മാത്രമായിരിക്കും. ഈ രീതിയിലാണ് ലോകത്തിൽ സ്റ്റോക്ക് മാർക്കറ്റ്സ് തുടങ്ങി വന്നത്. ഇത്തരത്തിൽ ഈ സ്റ്റോക്ക് മാർക്കറ്റ്സിൽ കൂടുതലായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ആർക്ക്? അത് ഈ ക്യാപിറ്റൽ കൂടുതലായിട്ടുള്ളവർക്കായിരിക്കും. ക്യാപിറ്റൽ ഇല്ലാത്തവർക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നോക്കിയാൽ പോലും ഈ ഒരു ക്യാപിറ്റലിസം തുടങ്ങുന്നത് 16ാമത്തെ സെഞ്ചുറിയിലാണ്. അതിനുശേഷം ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബിൽഡ് ചെയ്തത് ആംസ്റ്റർഡാമിലും 1602. ആരുടെ കയ്യിലാണോ ക്യാപിറ്റൽ ഉള്ളത് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് ഇവിടെ സംഭവിക്കുന്നത് പൈസയിൽ നിന്ന് പൈസ ഉണ്ടാക്കുക എന്നുള്ള പ്രോസസ്സാണ്. ആരുടെ കയ്യിലാണോ പൈസ ഇല്ലാത്തത് അവർക്കൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ഫോളോ ചെയ്തുകൊണ്ട് ആദ്യം തന്നെ അവർക്കൊരു ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. അതിന് ശേഷമായിരിക്കും ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാനായിട്ട് സാധിക്കുക. ഇങ്ങനെയാണ് നമ്മുടെ മോഡേൺ ക്യാപിറ്റലിസം എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇത്രയാണ് ക്യാപിറ്റലിസത്തിൻ്റെ ബേസിക്സ്. ഈ ക്യാപിറ്റലിസത്തിന് കുറച്ച് അഡ്വാൻറ്റേജസും ഉണ്ട്, അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഇപ്പോൾ നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന ഫൈനാൻഷ്യൽ സിസ്റ്റം അത് ഈ ക്യാപിറ്റലിസത്തിന് ബേസ്ഡ് ആണ്. അതേസമയം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഈ ഒരു ഫൈനാൻഷ്യൽ സിസ്റ്റത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. എഡ്യൂക്കേഷൻ സിസ്റ്റം എന്താ ഫോളോ ചെയ്യുന്നത്? പഠിച്ച് നല്ലൊരു ജോലി ലഭിക്കാനായിട്ട്, അതായത് ഏതെങ്കിലും ഒരു കമ്പനിയിലെ എംപ്ലോയി ആവാനായിട്ട്, ഒരിക്കലും ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഓണർ ആവാനായിട്ടല്ല. ഇത്തരത്തിലുള്ള തീരുമാനങ്ങളെല്ലാം തന്നെ നമുക്ക് പിന്നീട് എടുക്കേണ്ട കാര്യങ്ങളാണ്. ഫാദർ ഓഫ് കമ്മ്യൂണിസം കാൾ മാർക്സ് ആണെന്ന് പറഞ്ഞാലോ, അതുപോലെ ഫാദർ ഓഫ് ക്യാപിറ്റലിസം എന്നറിയപ്പെടുന്ന വ്യക്തി ആദം സ്മിത്താണ്. കാൾ മാർക്സിനെ പോലെ തന്നെ ആദം സ്മിത്തിനും പുതിയൊരു ലോകത്തിന് വേണ്ടി ഒരുപാട് ഐഡിയോളജീസ് ഉണ്ട്. ഈ ഒരു പുതിയ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി ഒരു കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റിയെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന കാര്യത്തിൽ ആദം സ്മിത്ത് ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരാളൊരു ഹോട്ടലിൻ്റെ ബിസിനസ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. അയാൾക്ക് ഫുഡിനോട് നല്ല ഇഷ്ടമാണ്. അങ്ങനെ അയാൾ ഹോട്ടലിൻ്റെ ബിസിനസ് തുടങ്ങി. അയാൾ ഒറ്റയ്ക്കാണ് തുടങ്ങിയത്. ഒരുപാട് വിഭവങ്ങളും ഉണ്ടാക്കി. അവയെല്ലാം തന്നെ നല്ല ഡെലീഷ്യസും ആയിരുന്നു. അതുകൊണ്ട് ഒരുപാട് ആളുകളെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് അയാൾക്ക് സാധിച്ചു. അങ്ങനെ ഒരുപാട് ആളുകൾ കൂടി വരുന്ന സമയത്ത് അയാൾ എന്താ ചെയ്യുക? ഇവിടെ അയാൾക്ക് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് നടത്താനായിട്ട് സാധിക്കാത്തൊരവസ്ഥ വരും. അന്നേരം അയാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് മറ്റുള്ള ആളുകളെ ഹയർ ചെയ്യും. ആ ഹോട്ടലിലേക്ക് ഒരു മാനേജർ ഉണ്ടാവും, റിസപ്ഷനിൽ മറ്റ് വ്യക്തികളുണ്ടായിരിക്കും, ഫുഡ് പാകം ചെയ്യാനായിട്ട് ഷെഫ് ഉണ്ടാവും, അത് സെർവ് ചെയ്യാനായിട്ട് മറ്റു ആളുകളുണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് ആളുകളെ ഹയർ ചെയ്യാനായിട്ട് സാധിക്കും അയാൾക്ക് അയാളുടെ ആ ഒരു ഹോട്ടലിലേക്ക്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അയാൾ അവിടെ ചെയ്യുന്നത് പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ കൂടുതൽ ആളുകൾക്ക് ജോലി ചെയ്യാനായിട്ടുള്ള ഒരു അവസരവും ലഭിക്കുകയാണ്.
അതേസമയം ഈ ചെയ്യുന്ന കാര്യങ്ങളുടെ എല്ലാം തന്നെ റിസ്ക് ഏറ്റെടുക്കുന്നത് ആ ഓണർ തന്നെയായിരിക്കും. അതുകൊണ്ട് എത്രത്തോളം പ്രോഫിറ്റ് ആ ഹോട്ടലിൽ ജനറേറ്റ് ചെയ്യുന്നു അതെല്ലാം തന്നെ ആ ഓണർ തന്നെയായിരിക്കും കീപ്പ് ചെയ്യുക. അതിൽ നിന്നും ഓരോരുത്തർക്കും അവർക്ക് ആവശ്യമുള്ള സാലറി ഓരോ മാസവും നൽകുകയും ചെയ്യും. ഇനി ഇവിടെ മറ്റൊരു സിനാരിയോ വരികയാണ്. അതായത് ഈ ഹോട്ടലിൻ്റെ തൊട്ടടുത്തായിട്ട് മറ്റൊരാൾ ഒരു ഹോട്ടൽ പണിയാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? ഇയാളുടെ ഹോട്ടലിനൊരു കോമ്പറ്റീഷനായി അവിടെ. ഈ രണ്ടാമത്തെ ഹോട്ടൽ ഉണ്ടാക്കുന്ന ഫുഡും നല്ല ഡെലീഷ്യസ് തന്നെയാണ്. അപ്പോൾ ഈ ആദ്യത്തെ ഹോട്ടലിന് ബിസിനസ് പിടിച്ചു നിർത്താനായിട്ട് എന്താ ചെയ്യുക? അവരുണ്ടാക്കുന്ന ഫുഡിൻ്റെ എല്ലാം കോസ്റ്റ് കുറയ്ക്കേണ്ടി വരും രണ്ടാമത്തെ ഹോട്ടലിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത്. അങ്ങനെ ആളുകളെ വീണ്ടും തങ്ങളുടെ ഹോട്ടലിലേക്ക് തന്നെ അട്രാക്ട് ചെയ്യാനും സാധിക്കും. അതല്ലാതെ ഇവിടെ രണ്ടാമതൊരു ഓപ്ഷൻ കൂടിയുണ്ട്. പൈസ കുറയ്ക്കാനായിട്ട് ഇയാൾ തയ്യാറല്ലാത്തൊരു കണ്ടീഷനാണെങ്കിൽ ഫുഡിൻ്റെ ക്വാളിറ്റി കൂട്ടുന്നതിനെ കുറിച്ചും ആലോചിക്കാം. ഇങ്ങനെ തങ്ങളുടെ ഫുഡിൻ്റെ വാല്യൂ വർദ്ധിപ്പിച്ചുകൊണ്ട് ആളുകൾക്ക് ലഭിക്കുന്നത് ഒരു ബെറ്റർ ഫുഡായിരിക്കും. അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടാകുന്ന സമയത്ത് ഈ രണ്ടാമത്തെ ഹോട്ടലിന് തങ്ങളുടെ കോസ്റ്റ് കുറയ്ക്കേണ്ടതായിട്ട് വരും. ഈ രീതിയിലായിരിക്കും മണി മൂവ്മെൻറ്റ്. അതായത് ഇവിടെ പൈസ നിശ്ചയിക്കുന്നത് ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോ അല്ല, പകരം ഒരു ഇൻവിസിബിൾ ഹാൻഡ് ആയിരിക്കുമെന്നാണ് ആദം സ്മിത്ത് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു മോശം പ്രോഡക്റ്റിൻ്റെ പ്രൈസ് മനഃപൂർവ്വം ഒരാൾ കൂട്ടാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും വർക്കൗട്ട് ആവില്ല. കാരണം ഇതേ ബെറ്റർ പ്രോഡക്റ്റ് തന്നെ കുറഞ്ഞ പ്രൈസിൽ മറ്റാരെങ്കിലും സെല് ചെയ്യാനുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിന്നായിരിക്കും ആളുകൾ വാങ്ങിക്കുക. ഇതായിരിക്കും ആ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസിനെ നിശ്ചയിക്കുന്ന ഫാക്ടറും. ഇങ്ങനെ ആളുകൾക്ക് ബെറ്റർ ക്വാളിറ്റി പ്രോഡക്റ്റ് ലഭിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ആ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ബാലൻസ്ഡ് ആയി പോവുകയും ചെയ്യും. ഇതായിരുന്നു ആദം സ്മിത്തിൻ്റെ ക്യാപിറ്റലിസത്തിനോടുള്ള അപ്രോച്ച്. ആരും തന്നെ പ്രൈസിനെ നിശ്ചയിക്കാതെ എല്ലാ പ്രോഡക്റ്റിൻ്റെയും സർവീസിൻ്റെയും പ്രൈസ് ഓട്ടോമാറ്റിക്കലി കൺട്രോൾഡ് ആയിക്കോളും, അതിനുവേണ്ടി ഒരു ഇൻവിസിബിൾ ഹാൻഡ് എല്ലായ്പ്പോഴും വർക്ക് ചെയ്തുകൊള്ളും എന്നായിരുന്നു ആദം സ്മിത്തിൻ്റെ തോട്ട്സ്. ഈ ഒരു കോൺസെപ്റ്റിൻ്റെ അപ്രോച്ചിലായിരുന്നു ക്യാപിറ്റലിസം പിന്നീട് ലോകം മുഴുവനും സ്പ്രെഡ് ചെയ്തത്. ഇതൊരു വാല്യൂ ബേസ്ഡ് സിസ്റ്റമാണ്. ഏത് പ്രോഡക്റ്റിനാണോ വാല്യൂ കൂടുതലായിട്ടുള്ളത്, ഏത് പ്രോഡക്റ്റാണോ ചീപ്പറായിട്ടും ഉള്ളത്, ആ പ്രോഡക്റ്റ് ആയിരിക്കും കൂടുതൽ മാർക്കറ്റിൽ സെല്ല് ചെയ്യുക. അത് വിൽക്കുന്ന ആളായിരിക്കും കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുകയും ചെയ്യുക. ഇങ്ങനൊരു ബെറ്റർ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ചെയ്യുന്ന ഹാർഡ് വർക്ക്സിനുള്ള റിവാർഡ് ആ ഒരു സെല്ലർക്ക് ലഭിക്കുകയും ചെയ്യും. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നാൽ ആദം സ്മിത്ത് പ്രപ്പോസ് ചെയ്ത ക്യാപിറ്റലിസത്തിൽ ഗവൺമെൻറ്റിന് യാതൊരുവിധ ഇൻ്റർഫിയറൻസും ഇല്ല. എന്നാൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം അമേരിക്കക്കകത്ത് പൈസ ഉണ്ടാക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗം എന്ന് പറഞ്ഞാൽ അത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കയറി തങ്ങളുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്തു തുടങ്ങി, ഓരോ സ്റ്റോക്സിലായിട്ട്. ഇങ്ങനെ ഓരോ സ്റ്റോക്സിൻ്റെയും പ്രൈസ് കൂടിക്കൊണ്ടു വന്നു. എന്നാൽ അതേസമയം ഈ കമ്പനീസിനൊന്നും തന്നെ കാര്യമായ വളർച്ചയുണ്ടായിരുന്നുമില്ല. എങ്കിലും ഈ ഒരു പ്രോസസ്സ് ആളുകൾ വീണ്ടും കണ്ടിന്യൂ ചെയ്തു വന്നു. അവസാനം ഈ സ്റ്റോക്സിൻ്റെ എല്ലാം പ്രൈസ് താഴേക്ക് വന്നു തുടങ്ങി. 1929 സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ചെയ്തു. ഇതിനെയാണ് ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഈ ഗ്രേറ്റ് ഡിപ്രഷനിൽ നിന്ന് കരകയറാനായിട്ട് പിന്നീട് വർഷങ്ങളെടുത്തു. പിന്നീടുള്ള ജനറേഷനിലും അതിനുശേഷമുള്ള ജനറേഷനിൽ പോലും ഈ ഗ്രേറ്റ് ഡിപ്രഷൻ്റെ എഫക്റ്റ് ഉണ്ടായി. ഇതിന് കാരണം എന്താണെന്നാൽ ഫൈനാൻസിനെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു നോളജ് ഉണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത്. അതുമാത്രമല്ല ഗവൺമെൻറ്റിന് ഈ ഒരു കാര്യത്തിൽ ഇൻ്റർഫിയർ ചെയ്യാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നീടാണ് ഗവൺമെൻറ് ഈ കാര്യത്തിലെല്ലാം തന്നെ ഇടപെടണമെന്നുള്ള ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് ആളുകൾ മനസ്സിലാക്കി തുടങ്ങിയത്. ഇങ്ങനെ ഒരു ഫൈനാൻഷ്യൽ ട്രബിൾസ് ഉണ്ടാകുന്ന സമയത്ത് കൂടുതൽ കറൻസി എക്കണോമിയിലേക്ക് പുഷ് ചെയ്യുകയാണ് വേണ്ടത്. എന്നാൽ ആ ഒരു പ്രോസസ്സ് അവിടെ നടന്നിരുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങളുണ്ടായത്. 2020 എക്കണോമിക് ക്രൈസിസും സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിനും എല്ലാം ശേഷം പ്രൈം മിനിസ്റ്റർ മോദി 20 ലക്ഷം കോടിയുടെ പാക്കേജായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. കാരണം ഇപ്പോൾ നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് ഒരു എക്കണോമിക് ക്രൈസിസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് അപ്രോച്ചാണ് എടുക്കേണ്ടതെന്ന്. എന്നാൽ ഇത് 1929 ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും ക്യാപിറ്റലിസത്തിൽ ഗവൺമെൻറ് പൊതുവെ ഇടപെടില്ല. അത്രയും അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഗവൺമെൻറ് ഇൻ്റർഫിയർ ചെയ്യുള്ളൂ. ക്യാപിറ്റലിസത്തിൽ സ്വന്തം ക്യാപിറ്റലിൻ്റെ ഒരു ഫ്രീ ഓപ്പറേഷൻ ആയിരിക്കും നടക്കുക. ഇത് വർക്ക് ചെയ്യുന്നതാവട്ടെ ഡിമാൻഡ് ആൻഡ് സപ്ലൈയുടെ ബേസിസിലും. ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് കൂടുന്ന സമയത്ത് അതിൻ്റെ പ്രൈസ് കൂടുകയും എന്നാൽ അതേസമയം കോമ്പറ്റീറ്റേഴ്സും ഒപ്പം വരുന്ന സമയത്ത് അതിൻ്റെ പ്രൈസ് വീണ്ടും കുറയുകയും ചെയ്യും. ഇതൊരു ഓട്ടോമാറ്റിക് പ്രോസസ്സായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ മൊബൈൽ ഫോൺസ് എല്ലാം തന്നെ ഇറങ്ങിയിരുന്ന സമയത്ത് എല്ലാവരുടെ കയ്യിലും കാണാനായിട്ട് സാധിച്ചിരുന്ന ഒരു ഫോണായിരുന്നു നോക്കിയ. എന്നാൽ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ അധികം ആരുടെ കയ്യിലും ഇത് കാണാനായിട്ട് സാധിക്കില്ല. അതിന് കാരണം എന്താ? ആ സമയത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയ ആൻഡ്രോയിഡ് ടെക്നോളജിയെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് നോക്കിയ തയ്യാറായില്ല. എന്നാൽ പിന്നീട് ഈ ആൻഡ്രോയിഡ് വളരെയധികം പോപ്പുലർ ആവുകയും ആൻഡ്രോയിഡ് ഫോണുകളുടെ ഡിമാൻഡ് കൂടുകയും ചെയ്തു. അങ്ങനെ കൂടുന്ന സമയത്ത് നോക്കിയയ്ക്ക് എന്താ ചെയ്യാനായിട്ട് സാധിക്കുക? ഈ മറ്റു ആൻഡ്രോയിഡ് ഫോണുകൾക്കെല്ലാം തന്നെ ഒരു കോമ്പറ്റീഷൻ നൽകണം. നോക്കിയ ഓപ്പറേറ്റ് ചെയ്യുന്നത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ടാണ്. ഇത് യൂസ് ചെയ്തുകൊണ്ട് ഒരു കോമ്പറ്റീഷൻ നൽകാനായിട്ട് നോക്കിയയ്ക്ക് സാധിക്കുകയാണെങ്കിൽ അതിന് സർവൈവ് ചെയ്യാനായിട്ട് സാധിച്ചാണ്. എന്നാൽ നോക്കിയയ്ക്ക് അതിന് സാധിച്ചില്ല. കാരണം എന്താ? ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ഏതാണോ അതിനെയായിരിക്കും ആളുകളെല്ലായ്പ്പോഴും ചൂസ് ചെയ്യുക. അത് ചീപ്പർ കൂടിയാണെങ്കിൽ ആളുകൾക്ക് കൂടുതൽ താല്പര്യമായി. ഇങ്ങനെയാണ് ക്യാപിറ്റലിസത്തിൽ മാർക്കറ്റ്സ് വർക്ക് ചെയ്യുക. ഇനി നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും ഓരോ ബ്രാൻഡ്സും മൊബൈൽ ഫോണിൻ്റെ കാര്യം തന്നെ എടുക്കാം.
സമയത്തിനനുസരിച്ച് പുതിയ പുതിയ അപ്ഡേറ്റ്സ് വന്നുകൊണ്ടേയിരിക്കും കണ്ടിന്യൂസ് ആയിട്ട്. ഇതിനൊരു നിർത്തലുണ്ടായിരിക്കില്ല. അതിന് കാരണം എന്താ? കോമ്പറ്റീഷനെ ടാക്കിൾ ചെയ്യാനായിട്ട് തന്നെ. പുതിയ പ്രോഡക്റ്റ് ബെറ്റർ ആണെന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആളുകളെല്ലാം ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇതിൽ നിന്ന് അഡ്വാൻറ്റേജ് എടുക്കാനാണ് പുതിയ പുതിയ അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നത് മൊബൈൽ ഫോണുകളിൽ. എങ്കിലും ഈ അപ്ഡേറ്റ്സിൽ ഒരുപാട് വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. എങ്കിലും പേരിൽ വ്യത്യാസം ഉണ്ടായിരിക്കും ആ മോഡലിൻ്റെ. ഈ കാര്യങ്ങളെല്ലാം തന്നെ കമ്പനി ചെയ്യുന്നത് ഈ ഒരു കോമ്പറ്റീഷനെ ടാക്കിൾ ചെയ്യാനായിട്ട് തന്നെയാണ്. ഇതെല്ലാം തന്നെ ക്യാപിറ്റലിസത്തിൻ്റെ എക്സാമ്പിൾസാണ്. ഇവിടെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്ത, പ്രോപ്പറായിട്ട് വാല്യൂ പ്രൊവൈഡ് ചെയ്യാത്ത കമ്പനീസിനെ ഒന്നും തന്നെ ഗവൺമെൻറ്റിന് നശിപ്പിക്കേണ്ടതായിട്ട് വരുന്നില്ല. അത് ആളുകൾ തന്നെ ഓട്ടോമാറ്റിക്കലി നശിപ്പിച്ചോളും അവരുടെ പ്രോഡക്ട്സ് വാങ്ങാതെ. ഇതിനെയാണ് ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ എന്ന് പറയുക. അതായത് പഴയ മോശമായ പ്രോഡക്ട്സിനെ എല്ലാം തന്നെ റീപ്ലേസ് ചെയ്തുകൊണ്ട് പുതിയ ബെറ്റർ പ്രോഡക്ട്സിനെ കൊണ്ടുവരിക. ക്യാപിറ്റലിസം എപ്പോഴും ഇന്നോവേഷനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇതിനൊരു കൺക്ലൂഷനായിട്ട് പറയാനാണെങ്കിൽ ക്യാപിറ്റലിസത്തിൽ ക്യാപിറ്റൽ ആരുടെ കയ്യിലാണോ ഉള്ളത് അവർക്ക് ആ ക്യാപിറ്റൽ യൂസ് ചെയ്തുകൊണ്ട് പൈസ ഡബിൾ ചെയ്യാനായിട്ട് സാധിക്കും പല പ്രോസസ്സുകൾ ഉപയോഗിച്ചുകൊണ്ട്. അതായത് പൈസയിൽ നിന്ന് പൈസ ഉണ്ടാക്കുക, അതാണ് ക്യാപിറ്റലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫൈനാൻഷ്യൽ എക്കണോമിയിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. ക്യാപിറ്റലിസത്തിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്നാൽ ആളുകൾക്ക് കൂടുതൽ പ്രൊഡക്റ്റീവ് ആവാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നൽകുകയാണ്. അതായത് സ്വന്തമായിട്ട് പ്രോഡക്ട്സ് ക്രിയേറ്റ് ചെയ്യാം ഏറ്റവും നല്ല രീതിയിൽ തന്നെ. അതേസമയം ഇതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജ് കൂടിയുണ്ട്. ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവിടെ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നത് ഒരു പാർട്ടിക്കുലർ ഗ്രൂപ്പ് മാത്രമായിരിക്കും. ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്നാൽ 99% വെൽത്തും ലോകത്തിലെ അക്വയർ ചെയ്തിരിക്കുന്നത് 1% ആളുകളാണ്. ഇത് ക്യാപിറ്റലിസത്തിൻ്റെ ഒരു റിസൾട്ടാണ്. ബാക്കിയുള്ളവരെല്ലാം തന്നെ ഈ ആളുകളുടെ എംപ്ലോയീസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് എല്ലാവർക്കും ഇക്വാലിറ്റി നൽകാനായിട്ട് ക്യാപിറ്റലിസത്തിന് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പോവർട്ടി പോലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ കംപ്ലീറ്റ്ലി ഒഴിവാക്കാനായിട്ട് ക്യാപിറ്റലിസം കൊണ്ടാവില്ല. ഇത് ക്യാപിറ്റലിസത്തിൻ്റെ ഒരു വലിയ ഡിസഡ്വാൻറ്റേജാണ്. അതുപോലെ തന്നെ ചില കമ്പനീസ് ഒരുപാട് വളരുകയും ചില കമ്പനീസ് തീരെ താഴുകയും ചെയ്യുന്ന സമയത്ത് മാർക്കറ്റിൽ ഒരു ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവും. ഇതെല്ലാം തന്നെ ഒരു ഫൈനാൻഷ്യൽ ഡിസ്റ്റർബൻസിന് കാരണമാവും. വെൽത്ത് എല്ലായ്പ്പോഴും ഒരു പാർട്ടിക്കുലർ വ്യക്തികളുടെ കീഴിൽ മാത്രം നിൽക്കുന്നതുകൊണ്ട് ക്യാപിറ്റലിസം എന്നുള്ളത് ഒരു ഹൃദയമില്ലാത്ത പ്രോസസ്സാണെന്നും ചിലർ വിളിക്കുന്നുണ്ട്. എങ്കിലും ഒരു ബാലൻസ്ഡ് അപ്രോച്ച് യൂസ് ചെയ്തുകൊണ്ട് ഇതിനെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഫൈനാൻഷ്യലി നമുക്ക് ലിറ്ററേറ്റ് ആവാനായിട്ട് ക്യാപിറ്റലിസത്തിനെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കൂടുതൽ കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിൽ പറയാം. Take care.